സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ താനിത്ത് യുവാവിനെ പോലീസ് എന്ന് പറഞ്ഞ് കാറിലെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോയി. മണിക്കൂറുകൾക്കകം സംഘത്തെ എറണാകുളം ജില്ലയിൽ നിന്നും പോലീസ് പിടികൂടി. എറണാകുളം സ്വദേശികളായ ബിനിൽ, നിതീഷ്, ആന്റണി, റോഷൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഡാനി പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ഈ യുവാവിനെ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് ബന്ധുക്കൾ പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് മണിക്കൂറുകൾക്കകം തന്നെ എറണാകുളം പറവൂരിൽ നിന്നും ഈ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞു, പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു. പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോകലിന്റെ കാരണം വ്യക്തമായിട്ടുണ്ടോ ഡാനി? അതിന്റെ ഒരു കാരണങ്ങൾ, സംഭവങ്ങൾ ഇപ്പോൾ കുറെ കൂടി വ്യക്തമായിട്ടുണ്ട്. ഇവർ ഈ തട്ടിക്കൊണ്ടുപോയ ഇപ്പോൾ അറസ്റ്റായിട്ടുള്ള എറണാകുളം സ്വദേശികളാണ് 3 പേര് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റായിട്ടുള്ളത്. ബിനിൽ, നിതീഷ്, ആന്റണി, റോഷൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവരിൽ നിന്ന് തൃശ്ശൂർ സ്വദേശിയായ പെരിങ്ങോട്ടുകര സ്വദേശി വാഴൂരിലെ കൃഷ്ണദേവ് ഇവരിൽ നിന്നൊരു വാഹനം, കാറ് വാടകയ്ക്ക് എടുത്തിരുന്നു. ഈ കാറ് തിരിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ വാടക സംബന്ധിച്ചുമായ കാര്യങ്ങളാണ് ഈ തർക്കത്തിലേക്ക് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു തർക്കം രൂക്ഷമാക്കാൻ കാരണമെന്ന് പറയുന്നു. അതിനെ ഇയാളിൽ നിന്ന് പണം ഈടാക്കുക, അതിൽ തർക്കത്തിൽ കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് ഇടപാട് പണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് പോലീസിന് ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇതിൽ പലതവണ ഇയാളോട്, കൃഷ്ണദേവിനോട് ഈ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ അതിൽ നിന്നൊരു തീരുമാനമായില്ല. ഈ വാടക സംബന്ധിയായ കാര്യങ്ങളുള്ള തർക്കമടക്കമുള്ള കാര്യങ്ങൾ തുടരുകയായിരുന്നു. ഇതിനിടെയാണ് ഈ സംഘം ഇവിടേക്ക് എത്തുന്നതും വീട്ടിലേക്ക് എത്തുന്നതും പിന്നീട് ഇയാളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. വീട്ടുകാരോട് പോലീസിൽ നിന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വീട്ടുകാരോട് ഈ ഒരു ഇടപെടൽ നടത്തുന്നത്. അതിനുശേഷം ഈ സംഘം പോയതിനു ശേഷമാണ് വീട്ടുകാർ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അന്വേഷിച്ചു. ഇങ്ങനെ തങ്ങൾ വീട്ടിൽ നിന്ന് വന്ന് ഒരാളെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അന്തിക്കാടാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഇങ്ങനെയൊരു കാര്യം അറിവില്ല. മാത്രവുമല്ല, അവരുടെ ഒരു സ്റ്റേഷൻ പരിധിയിൽ ഇങ്ങനെ പോലീസ് വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന അത്തരം കാര്യങ്ങൾ വേറെ മറ്റേത് കേസാണെങ്കിലും കേസിൻ്റെ പരിധിയിൽപ്പെടുന്ന സ്റ്റേഷനായതുകൊണ്ട് തന്നെ അത് അറിയുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അവർ പറഞ്ഞു. അതോടുകൂടിയാണ് വീട്ടുകാർക്ക് സംശയം തോന്നുകയും ഈ കാറിന് ഇവർ വന്ന് പോയ വാഹനത്തിൻ്റെ വിശദാംശങ്ങളടക്കം അന്തിക്കാട് പോലീസിലേക്ക് ഇവർ വിവരം കൈമാറുകയും ചെയ്യുന്നത്. തുടർന്ന് പോലീസ് സ്റ്റേഷനുകളിൽ മറ്റ് സ്റ്റേഷനുകളിലേക്കെല്ലാം തന്നെ ഒരു വാഹന പരിശോധനയ്ക്കായിട്ട് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇങ്ങനെയാണ് പറവൂർ ഭാഗത്ത് വെച്ച് നടന്ന വാഹന പരിശോധനയിൽ കൃഷ്ണദേവിനെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും പോലീസ് കാറിനകത്ത് നിന്ന് കണ്ടെത്തുന്നത്. ഈ 3 പേര് തട്ടിക്കൊണ്ടുപോയ 3 പേരെയും പോലീസ് അവർ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാഹനത്തെ സംബന്ധിയായ കാര്യമാണോ അതോ മറ്റേതെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഈ 3 പേരെയും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കടക്കം ഉണ്ടാകും. കാരണം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകൽ ഇവരൊരു കൊട്ടേഷൻ സംഘമാണോ അതോ ഇവരിൽ നിന്ന് തന്നെയാണോ കാറ് വാടകയ്ക്ക് എടുത്തതെന്ന് സംബന്ധിച്ച് പൂർണ്ണമായൊരു തീർപ്പിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. കാരണം ഇത്തരമൊരു സംഘങ്ങൾ പല രീതിയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവർക്ക് ഈ വാഹനം വാടകയ്ക്ക് കൊടുക്കൽ, കാറുകൾ വാടകയ്ക്ക് കൊടുക്കൽ മാത്രമാണോ അത്തരം കാര്യങ്ങളുള്ളത് എന്നതിലെല്ലാം തന്നെ പോലീസ് വിശദീകരണം, അന്വേഷണം എല്ലാം തന്നെ നടക്കുന്നുണ്ട്. എറണാകുളം സ്വദേശികളാണ് പിടിയിലായ 3 പേരും എറണാകുളം സ്വദേശികളാണ്. എന്തായാലും ഇക്കാര്യത്തിലെല്ലാം തന്നെ പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുകയാണ്. കൃത്യസമയത്ത് സമയോചിതമായിട്ട് തന്നെ വീട്ടുകാർ അതിൻ്റെ ഒരു സംശയം തീർക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഇടപെടുകയും അവരെ വിവരമറിയിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഇയാളെ ഈ വാഹന പരിശോധനയിലേക്ക് പോലീസ് നീങ്ങുകയും ഈ സംഘത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്തത്. ടോം, ഡാനി, ഇത്തരം ഒരു തർക്കമാണ് തട്ടിക്കൊണ്ടുപോകൽ കലാശിച്ചതെന്ന് പറയുന്നുണ്ട്. ഈ പ്രതികളുടെ ലക്ഷ്യം, ഈ അക്രമികളുടെ ലക്ഷ്യം എന്തായിരുന്നു? തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തുക, വകവരുത്തുക, അത്തരം ഒരു നീക്കമുണ്ടായിരുന്നോ? ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും കൊട്ടേഷൻ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരാണോ ഇവർ? ടോം, പ്രതികളുടെ പശ്ചാത്തലം സംബന്ധിച്ചതാണ് പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നത്. ഇവർ പറഞ്ഞിരിക്കുന്നത് കാറ് വാടകയ്ക്ക് നൽകിയത് സംബന്ധവുമായുള്ള തർക്കങ്ങളാണ് ഈ രീതിയിലേക്ക് പോയതെന്നാണ്. എന്നാൽ ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ഒരാളെ പിടിച്ചു കൊണ്ടുപോവുക, അവരോട് പോലീസാണെന്ന് പറയുക, ഇതെല്ലാം തന്നെയും
സാധാരണ രീതിയിൽ ഇത്തരം ഒരു വാഹനം വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്നവർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നവരാകില്ല. സ്വാഭാവികമായും അങ്ങനെ ആകില്ല. അവർ അത് പോലീസിൽ പരാതിപ്പെടുകയോ മറ്റ് കാര്യങ്ങൾ നിയമ വഴിയോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരാൾ ആ രീതിയിലെല്ലാം തന്നെ ചിന്തിച്ചേക്കാം. പക്ഷേ ഈ നടന്നത് അസാധാരണമായ രീതിയിൽ തന്നെയാണ്. കാരണം വീട്ടിലേക്ക് ചെല്ലുകയും അവരെ തട്ടിക്കൊണ്ടുപോവുകയും പോലീസാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും എല്ലാം തന്നെ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് ഈ കൊണ്ടുപോയവരുടെ 3 പേരുടെയും പശ്ചാത്തലം സംബന്ധിച്ച് പോലീസ് കൂടുതൽ അന്വേഷിക്കുന്നത്. ഇവർക്ക് ഇത് മാത്രമായിരുന്നോ ഈ ബിസിനസ് എന്നതടക്കം ഇവരുടെ കൂട്ടുകെട്ടുകൾ എന്തായിരുന്നു എന്നതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുമാത്രവുമല്ല, ഈ കൃഷ്ണദേവുമായി ബന്ധപ്പെട്ട ഇതായിരുന്നോ യഥാർത്ഥ കാരണം എന്നത് സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മറ്റ് വേറെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് അത് ഇവർ പോലീസുമായിട്ട് കൃത്യമായി പറയാത്തതാണോ എന്നതടക്കമുള്ള സംശയങ്ങളുമുണ്ട്. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെയും പോലീസ് ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ അതായത് ഈ തട്ടിക്കൊണ്ടുപോകൽ കേസിൽ ചില ദുരൂഹതകളുണ്ടെന്നാണോ പോലീസിന്റെ സംശയം? ഈ തട്ടിക്കൊണ്ടുപോയ യുവാവും എന്തെങ്കിലും കാര്യങ്ങൾ പോലീസിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോ ഡാനി? നിലവിൽ പോലീസ് സംബന്ധിച്ച് അന്വേഷണം നടന്നുണ്ട്. പ്രാഥമികമായൊരു വിവരമനുസരിച്ച് പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴികൾ അതെല്ലാം തന്നെ അത് സംബന്ധിച്ചാണ് പോലീസ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. കാരണം ഇവർ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ശരിയാണോ എന്നതാണ് ക്രോസ് മാച്ച് ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. വാഹനം സംബന്ധിയായ തർക്കമാണ്, അതിന് വാടക സംബന്ധിയായ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അതാണ് ഈ രീതിയിലേക്ക് പോയത് എന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു കാര്യത്തിന് ഇതായിരുന്നോ, ഈ രീതിയിലാണോ ചെയ്യേണ്ടത് എന്നത് ന്യായമായി വരുന്നൊരു ചോദ്യമാണ്. കാരണം ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് വേണോ ഈ ഒരു വാടക സംബന്ധിയായ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ എന്നതടക്കം കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യം തന്നെയാണ് പോലീസും അന്വേഷിക്കുന്നത്. ഇതിൽ മറ്റെന്തെങ്കിലും ഇടപാടുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നത് പോലീസ് ഇവരെ കൃത്യമായി ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 പേരെയും പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളും വൈകാതെ ലഭ്യമാകും. നിലവിലെ സാഹചര്യത്തിൽ വീട്ടുകാർ അടക്കം ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇയാൾ മോചിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം കുടുംബത്തിന് എല്ലാം തന്നെയുണ്ട്. എങ്കിൽ കൂടിയും ഈ കേസ് എന്താണ്, എന്തുകൊണ്ട് ഒരാളെ ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി വീട്ടിൽ കയറി എന്നതടക്കമുള്ളൊരു ഭയാശങ്കകൾ അവരുടെ ഭാഗത്തും നിലനിൽക്കുന്നുണ്ട്. പോലീസ് ഈ കൃഷ്ണദേവ് പറഞ്ഞതും പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഇയാൾ ഇത് മാത്രമായിരുന്നോ കാരണമെന്നതാണ് ഇനി ഇതിൽ അറിയേണ്ടത്. അതിൽ വസ്തുതകൾ കൂടുതൽ വ്യക്തമാകേണ്ടതുണ്ട്. അതിന് തട്ടിക്കൊണ്ടുപോയവരുടെ പശ്ചാത്തലം കൂടി പോലീസ് അന്വേഷിക്കും. എറണാകുളം സ്വദേശികളാണ്. ഇന്നലെ പറവൂർ ഭാഗത്ത് വെച്ചുള്ള പരിശോധനയിലാണ് ഇവരെ പിടികൂടുകയും ചെയ്തത്. ടോം, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയത് വാഹനം വാടകയ്ക്കെടുത്തുമായി ബന്ധപ്പെട്ട തർക്കമാണ് അതിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സംഭവത്തിലെ പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്.